ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വലിയ ചർച്ചകൾ, അവയർനെസ് ഇല്ലായ്മയുടെ ഒരു പ്രശ്നമുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ഈ പറയുന്ന സെക്ഷൽ അലിഗേഷൻ അപ്പുറത്തേക്ക് വലിയ ഗ്രാവിറ്റി ഉള്ള ഇത്തരം പ്രശ്നങ്ങൾ പുറത്തേക്ക് വരുന്നു. ഞാൻ കണ്ടെടുത്തോളം ഒരുപാട് കുറേം കൂടെ മാറ്റങ്ങളുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വലിയ ചർച്ചകൾ നടക്കണല്ലോ സിനിമാ മേഖലയിലെ ഇത്തരം ഇഷ്യൂസ്. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗങ്ങളിൽ വലിയ രീതിയിൽ തന്നെ ഈ പറയുന്ന വിഭാഗങ്ങളിലെ ആളുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഈ പറയുന്ന അവരുടെ എന്താ പറയുക ഏജന്റുകൾ കൊണ്ടുവരികയും ചിലപ്പോൾ ഒരു ദിവസം ജോലിയില്ലാതെ സെറ്റിൽ ചുമ്മാ ഇരിക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അതുപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെയും ഹെയർ സ്റ്റൈലിസ്റ്റുകളുടെ അവസ്ഥ, അസിസ്റ്റന്റ് ഡയറക്ടർമാർക്ക് സിനിമയിൽ ബാറ്റയോ എഗ്രിമെന്റോ പോലും ഇല്ല എന്ന് പറയുന്ന അവസ്ഥ അടക്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ പറയുന്ന സെക്ഷൽ അലിഗേഷൻ അപ്പുറത്തേക്ക് വലിയ ഗ്രാവിറ്റിയുള്ള ഇത്തരം പ്രശ്നങ്ങൾ പുറത്തേക്ക് വരുന്നു. ഈ സിനിമാ നയരൂപീകരണ സമിതിയുടെ ഭാഗമാകുന്നതോടുകൂടി അതിനുശേഷമുള്ള ഡിസ്കഷൻസ് എങ്ങനെയായിരുന്നു? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടുകൂടി ഈ വർക്ക് അറ്റ്മോസ്ഫിയർ മാറുന്നുണ്ടോ? എങ്ങനെ തോന്നുന്നു? നയരൂപീകരണ കമ്മിറ്റി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുന്നേ രൂപീകരിച്ചതാണ്. പക്ഷെ ആക്റ്റീവായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും ആക്റ്റീവായിട്ടുള്ള എൻ്റെ പാർട്ടിസിപ്പേഷനും ഒക്കെ പോസ്റ്റ് ഈ പറയുന്ന ഹേമ കമ്മിറ്റി ഇതിൽ ശേഷമായിരുന്നു. നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഈ പറഞ്ഞതുപോലെ ഈ സെക്ഷൽ പ്രശ്നങ്ങളല്ല, അങ്ങനത്തെ ഹറാസ്മെൻറ്റ്സിൽ കാട്ടിലും ഉപരി ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളും ഇപ്പോഴും സിനിമയിൽ നടക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിൻ്റെ പ്രശ്നം, അവർക്ക് ബേസിക് നീഡ്സ് കിട്ടാത്തതിൻ്റെ പല പ്രശ്നങ്ങളും പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരുടെയും സൈഡിൽ നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതായിരിക്കാം മോസ്റ്റ്ലി അഡ്രസ്സ് ചെയ്യുന്നത്. ഒരു പോളിസിയുടെ ഭാഗമായിട്ട് അതായിരിക്കാം കൂടുതൽ. ബേസിക് നീഡ്സിന് നമുക്ക് ഇപ്പം എല്ലാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും നമ്മളുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളില്ലേ, അത് അഡ്രസ്സ് ചെയ്യപ്പെടാണ്ട് നമുക്കതിന് മേലേക്കുള്ള കാര്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല. കാരണം ഇത് കിട്ടുന്നില്ല. ഇത് കിട്ടാത്തടത്ത് നമ്മളതിന് മേലെയുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പം ഫസ്റ്റ് ആയിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അവിടെ കൂടുതലായിട്ട് നമ്മൾ നോക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ ബേസിക് നീഡ്സിനെ അഡ്രസ്സ് ചെയ്യുക, ട്രാവൽ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സേഫ്റ്റി ഇഷ്യൂസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് പോളിസിയുടെ ഭാഗമായിട്ട് മുന്നിലേക്ക് വരുന്നത്. അതിൽ എനിക്ക് നമ്മൾ പരാതികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു പോളിസിയുടെ ഭാഗമായിട്ട് വരും എന്നുള്ളതല്ലാതെ നമ്മൾ ഈ ഹേമ കമ്മിറ്റി വെച്ചിട്ട് അങ്ങനെയുള്ള ചർച്ചകൾ അതിൽ ഇല്ല. അല്ല, ഈ സെറ്റുകളിൽ ഇപ്പൊ മാറ്റം സംഭവിക്കുന്നുണ്ടോ? സെറ്റുകളിൽ എന്തെങ്കിലും? ഞാൻ വർക്ക് ചെയ്യുന്ന സിനിമകളിൽ ഇപ്പൊ ഞാൻ കുറെ കണ്ടിട്ടുള്ള, ഇപ്പൊ ഗുരുവായൂർ അമ്പലനടയിൽ പറയുകയാണെങ്കിൽ നമുക്ക് അമ്പലം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം 1500ഓളം ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കുള്ള ബാത്റൂം ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു, ചേഞ്ചിങ് റൂം ഫെസിലിറ്റി, റെസ്റ്റ് ചെയ്യാനുള്ള സ്പേസ്, ഫുഡ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ ഇത് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല എനിക്കൊന്നു എല്ലാവർക്കും ഇതെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതും ഒരു പ്രശ്നമാണ്. സിനിമയിൽ നമുക്ക് അവയർനെസ് ഇല്ലായ്മയുടെ ഒരു പ്രശ്നമുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ഇപ്പം ഒരാൾക്കാർ ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടിട്ട് അടുത്ത ആൾക്കാർ ചെയ്യുന്ന ഒരു സിസ്റ്റവും ഇവിടെ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള സിനിമകളും ഇപ്പോൾ വരുന്നുണ്ട്. ഞാൻ കണ്ടെടുത്തോളം ഒരുപാട് കുറേയും കൂടെ മാറ്റങ്ങളുണ്ട്. ഇപ്പം IC വന്നതിൽ പിന്നെ നമുക്ക് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് പറയാം എന്നുള്ളൊരു സ്പേസിലേക്ക് അതും ഒരുപാട് പേർക്ക് അറിയില്ല. പക്ഷെ അതും ആ അവയർനെസ്സും നമ്മളിപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. കാരണം ഇപ്പം ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ടെക്നീഷ്യൻസിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ IC ഉണ്ട്, നിങ്ങൾക്ക് പോയി കംപ്ലയിൻറ്റ് ചെയ്യാം. അത് കംപ്ലയിൻ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട് എന്നുള്ള അവയർനെസ് കൊടുക്കാറുണ്ട്. അത് കംപ്ലയിൻറ്റ് നമുക്കിപ്പോൾ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് അവരുടെ ചോയ്സാണ് കംപ്ലയിൻറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കാറുമുണ്ട്.